ഓംപ്രകാശ് പ്രതിയായ ലഹരിക്കേസിൽ പോലീസിന്റെ ഒരു നിർണായക കണ്ടെത്തൽ വരികയാണ്. ഈ ലഹരി ഇടപാടുകളുടെയൊക്കെ ഫണ്ടർ കൊല്ലം പേരൂർ സ്വദേശിയായ ഷിഹാസ് എന്നാണ് പോലീസ് പറയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം പോകുന്നു. കേസിലെ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ വിട്ടുകിട്ടാൻ കൊല്ലത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ വല്ലാതെ നീളുകയാണല്ലോ, വല്ലാതെ സങ്കീർണമാവുകയാണല്ലോ. കാരണം ചെറിയ സ്രാവുകളൊന്നുമല്ല, വലിയ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടല്ലേ? അതുതന്നെയാണ് സേതു. കാരണം നേരത്തെ തന്നെ അറിയാം, കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒന്നാം പ്രതിയായിരുന്നു സിയാസ്, ഒപ്പം തന്നെ ഓം പ്രകാശ് ഈ കേസിലെ രണ്ടാം പ്രതിയായിരുന്നു. ഈ ഓം പ്രകാശിന് കൊക്കൈൻ വാങ്ങുന്നതിനും ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമെല്ലാം സഹായം ചെയ്തിരുന്നത് കൊല്ലം പേരൂർ സ്വദേശിയായിട്ടുള്ള, കൊട്ടാരക്കര പേരൂർ സ്വദേശിയായിട്ടുള്ള സിയാസ് ആണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ അവിടുത്തെ ഒരു വ്യവസായിയാണ്. ഈ സിയാസ് ആണ് പല ഘട്ടങ്ങളിലും ഓം പ്രകാശിന് വേണ്ടിയുള്ള ഫണ്ടിംഗ് എല്ലാം നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അന്ന് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ മുറിയെടുത്ത് നൽകിയതും അതിനു വേണ്ട സാമ്പത്തികം നൽകിയതുമെല്ലാം സിയാസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഓം പ്രകാശ് പങ്കെടുക്കുന്ന ലഹരി പാർട്ടികളിൽ അല്ലെങ്കിൽ നിശാ പാർട്ടികളിലെല്ലാം തന്നെ പണം വാരി വിതറിയിരുന്നത് സിയാസ് ആയിരുന്നു. ഓം പ്രകാശിനെ സാമ്പത്തികമായി സഹായം നൽകിയിരുന്നത് സിയാസ് ആണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ സിയാസിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഓം പ്രകാശും സിയാസും താമസിച്ച മുറിയിൽ നിന്നാണ് ലഹരിയുടെ സാന്നിധ്യം കൊക്കൈനാണെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സിയാസിനെ കേന്ദ്രീകരിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് ഓംപ്രകാശിന്റെയും സിയാസിന്റെയും ഫോൺ കണ്ടെത്താൻ കൊല്ലത്തെ ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇടപെടൽ നടത്തിയതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഉന്നത ഉദ്യോഗസ്ഥൻ അവിടുത്തെ മറ്റൊരു ഡിവൈഎസ്പി വഴിയാണ് ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ വിട്ടുകിട്ടുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയത്. എന്തായാലും അതിൽ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള ഡിവൈഎസ്പി പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സിയാസ് പല സാമ്പത്തിക ഇടപാടുകളും നടത്തി. ആ സാമ്പത്തിക ഇടപാടുകളിൽ പലതും ദുരൂഹതയുണ്ട് എന്നാണ് പോലീസിന്റെ മറ്റൊരു കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഓംപ്രകാശിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയായി ഇപ്പോൾ വ്യവസായിയായിട്ടുള്ള സിയാസ് കൂടി മാറുന്നു എന്നുള്ളതാണ് സേതു എടുത്തു പറയേണ്ടത്. ഓക്കെ സഹിൻ, അപ്പോൾ നേരത്തെ ഓംപ്രകാശുമായി ബന്ധപ്പെട്ട് ഈ ലഹരി പാർട്ടി അത് അവിടെ കൊക്കൈൻ്റെ സാന്നിധ്യമൊക്കെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ സംഭവത്തിൽ, ഈ കേസിൽ കൂടുതൽ ഉന്നത ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് സഹിൻ ആന്റണി പങ്കുവച്ചത്.